ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിയാസ് വേൾഡ്. പിങ്ക് ആൻഡ് വൈറ്റ് കളർ ബീഡ്സ് വെച്ച് ചെയ്തൊരു ഹെയർ ബാൻഡാണിത്. അതിന് മാച്ചിങ് ആയിട്ട് ഒരു ഹെയർ ക്ലിപ്പും കൂടെ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് വൈറ്റ് കളർ വലിയ ബീഡ്സും പിങ്കും വൈറ്റും ചെറിയ ബീഡ്സും എടുത്തിട്ടുണ്ട്. ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം ഒരു വലിയ ബീഡ് എടുത്ത് അതിലൂടെ നൂല് കോർത്തെടുക്കുക. ഇനി പിങ്ക് കളർ ചെറിയ ബീഡ്സ് ഒരു 4 എണ്ണം എടുക്കുക. അതും കൂടെ ഒന്ന് കോർത്തു കൊടുക്കുക. സാറ്റിൻ റിബൺ വെച്ചും ബീഡ്സ് വെച്ചും ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഇതിന് മുന്നേ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. വൈറ്റും പിങ്കും കളർ ബീഡ്സ് കോർത്തതിന് ശേഷം നൂലിൻ്റെ 2 അറ്റവും കൂടെ നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടിട്ട് കൊടുക്കുക. 1-2 കെട്ടിട്ടതിന് ശേഷം എക്സ്ട്രാ വരുന്ന നൂല് കട്ട് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞ് വൈറ്റ് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നുകൂടെ കോർത്തെടുക്കണം. ഇനി പിങ്ക് ബീഡ്സ് 4 എണ്ണം എടുക്കുക. അത് വീണ്ടും കോർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും വൈറ്റ് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. അത് കഴിഞ്ഞ് ഈ ബീഡ്സ് കറക്റ്റ് റൗണ്ട് ഷേപ്പിലിരിക്കാനായിട്ട് ഒന്നുകൂടെ ആ എല്ലാ പിങ്ക് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ നൂല് കോർത്തെടുക്കുക. എല്ലാ ബീഡും കോർത്തതിന് ശേഷം ആദ്യം കോർത്ത 2 ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടെ കോർത്തെടുക്കുക. നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇനി നൂല് ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ കോർത്ത് 1-2 കെട്ടിട്ട് കൊടുക്കുക. എക്സ്ട്രാ വരുന്ന നൂല് കട്ട് ചെയ്ത് മാറ്റുക. ഇനി വൈറ്റ് ബീഡ് കോർത്തെടുക്കുക. ഒരു പിങ്ക് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നൂല് കോർത്തെടുക്കുക. അത് കഴിഞ്ഞ് ഒരു വൈറ്റ് ബീഡ് കോർത്തതിന് ശേഷം അടുത്ത പിങ്ക് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് പുറത്തേക്ക് എടുക്കുക. അതേപോലെ തന്നെ എല്ലാ പിങ്ക് ബീഡ്സിൻ്റെയും ഇടയിൽ കൂടെ ഓരോ വൈറ്റ് ബീഡ് വീതം കോർത്ത് കൊടുക്കുക. ലാസ്റ്റത്തെ വൈറ്റ് ബീഡ് നമ്മൾ കോർത്ത് കഴിഞ്ഞു. ഇതുപോലെ ആയിരിക്കും വരുന്നത്. നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം വൈറ്റ് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നൂല് കോർത്തെടുക്കുക. അത് കഴിഞ്ഞ് ഒരു വൈറ്റ് ബീഡും കൂടെ കോർത്തിട്ട് തൊട്ടടുത്തുള്ള വൈറ്റ് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നൂല് പുറത്തേക്ക് എടുക്കുക. അതുപോലെ എല്ലാ വൈറ്റ് ബീഡ്സിൻ്റെയും ഇടയിൽ ഓരോ വൈറ്റ് ബീഡ് വീതം കോർത്ത് കൊടുക്കുക. ലാസ്റ്റത്തെ ബീഡും കോർത്തതിന് ശേഷം നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ നൂല് കോർത്തെടുത്ത് 1-2 കെട്ടിട്ട് കൊടുക്കുക. എക്സ്ട്രാ വരുന്ന നൂല് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇത് നമുക്ക് ക്ലിപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഒരു ക്ലിപ്പ് എടുക്കുക. അതിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കോർത്ത് വെച്ചിരിക്കുന്ന മുത്ത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ക്ലിപ്പിൻ്റെ അടിഭാഗത്തു കൂടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ബാൻഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് വൈറ്റ് വലിയ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ പിങ്ക് കളർ ചെറിയ ബീഡ്സും എടുത്തിട്ടുണ്ട്. ഗിയർ വയറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല നീളത്തിൽ ഗിയർ വയർ എടുത്തതിന് ശേഷം 2ആയി മടക്കുക. അത് കഴിഞ്ഞ് വേറൊരു ഗിയർ വയർ അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. ഇനി റൈറ്റ് സൈഡിലുള്ള ഗിയർ വയറിൽ 4 പിങ്ക് ബീഡ്സ് കോർത്ത് കൊടുക്കുക. റൈറ്റ് സൈഡിൽ 4 പിങ്ക് കളർ ബീഡ്സ് കോർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും 4 പിങ്ക് കളർ ബീഡ്സ് കോർത്ത് കൊടുക്കുക. ഇനി നടുക്കുള്ള ഗിയർ വയറിൽ വൈറ്റ് കളർ ബീഡ് ഒരെണ്ണം കോർത്ത് കൊടുക്കുക. 2 സൈഡിലുള്ള ഗിയർ വയറും ആ വൈറ്റ് ബീഡിനെ ചുറ്റിയെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആക്കി പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഗിയർ വയർ താഴെ കൂടെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. അതേപോലെ റൈറ്റ് സൈഡിലുള്ള ഗിയർ വയർ താഴെ കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഗിയർ വയർ മുകളിൽ കൂടെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. റൈറ്റ് സൈഡിലുള്ള ഗിയർ വയർ മുകളിൽ കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് സൈഡിലും 4 പിങ്ക് ബീഡ്സ് വീതം കോർത്ത് കൊടുക്കുക. നടുക്കത്തെ ഗിയർ വയറിൽ വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുക. സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. 2 ഗിയർ വയറും വൈറ്റ് ബീഡിനെ ചുറ്റിയെടുക്കുക. ലെഫ്റ്റ് സൈഡിലുള്ള ഗിയർ വയർ താഴെ കൂടെ റൈറ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലുള്ള ഗിയർ വയർ താഴെ കൂടെ ലെഫ്റ്റ് സൈഡിലേക്കും എടുക്കുക. അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലുള്ളത് മുകളിൽ കൂടെ റൈറ്റിലേക്കും റൈറ്റ് സൈഡിലുള്ളത് മുകളിൽ കൂടെ ലെഫ്റ്റ് സൈഡിലേക്കും എടുക്കുക. സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള നീളം ആവുന്നത് വരെ ഇതുപോലെ ചെയ്തെടുക്കുക. ലാസ്റ്റത്തെ ബീഡ്സും കോർത്തതിന് ശേഷം 2 ഗിയർ വയറുകൾ ഇതുപോലെ പിരിച്ചു കൊടുക്കുക. അതിലേക്ക് മൂന്നാമത്തെ ഗിയർ വയറും കൂട്ടി പിരിച്ചു കൊടുക്കുക. ഗിയർ വയർ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം എക്സ്ട്രാ വരുന്ന പീസ് ബീഡ്സിൻ്റെ അടിയിലേക്ക് അമർത്തി വയ്ക്കുക. ബീഡ്സ് ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്യാൻ ഹെയർ ബാൻഡിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നോക്കുക. അതിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടുപിടിക്കുക. അവിടെ നിന്ന് ഒരു സൈഡിലേക്ക് നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബീഡ്സിൻ്റെ സെൻറ്റർ ഭാഗം ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചതിന് ശേഷം ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക. മറ്റേ സൈഡിലും അതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുക. ബീഡ്സ് ഒട്ടിച്ചതിന് ശേഷം ഗിയർ വയർ യൂസ് ചെയ്ത് ബീഡ്സിനിടയിൽ കൂടെ ഹെയർ ബാൻഡിലേക്ക് നല്ലപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്